അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ബസ് സ്റ്റാൻഡാണ്. ടോപ്പ് നമ്പർ 2 ബസ് സ്റ്റാൻഡാണ്. ഏതാ ഷംനാദ് അത് രാവിലെ അങ്ങനെ അനിയത്തിയുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത്. ഹലോ ഗൈസ്, ട്രാവൽ തൗഫിയാണ്. രാവിലെ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ ഇന്ന്. രാവിലെ സമയം 7:32 ഇനി മുടി വെട്ടാൻ പോകണം. കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കല്യാണ വീഡിയോ. അപ്പോൾ എൻ്റെ ബെഡ്റൂമാണിത്. എല്ലാ കല്യാണമായിട്ട് അലങ്കോലമായിട്ട് എടുക്കുമെന്ന്. ഓക്കെ, അഫി ഉണ്ടായിരുന്നു, ഫിനിറ്റ് പോയി. ഇനി മുടി വെട്ടാൻ പോകണം. കുറച്ച് പരിപാടികളുണ്ട്. ഇന്നത്തെ വീഡിയോ അതാണ്. ഓക്കെ, എന്തായാലും വീഡിയോ കാണാം. അഫിയാണ് കേട്ടോ. ഇതാണ് വീട്. എന്നാലും ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഒന്നും കാണിക്കാൻ പറ്റില്ല അവിടെ എനിക്ക്. ഇതായിരുന്നു പരിപാടി. ഷംനാദ് വരും ഇപ്പം. പിന്നെ ഷംനാദെ കാണും. കാഫി. ഓക്കെ. ഇവിടെ നിന്ന് ഷേപ്പും ചെയ്യണം. ഫെയർ പ്ലാനിങ് ആണ് അവിടെ എല്ലാം. മുടി വെട്ടുന്നത് എന്താവുമെന്നത് കണ്ടറിയാം. മുടിയൊന്നും ഇല്ല കേട്ടോ, ഉച്ചയ്ക്ക് കൊണ്ട് നോക്കട്ടെ. അങ്ങനെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്താവും നോക്കാം. ഓക്കെ, അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ ലുക്കായി. ഒന്നുമില്ല കേട്ടോ സംഭവം. ഇവിടെ നിന്നാണ് മുടി വെട്ടിയത്. അവിടെ മുടി വെട്ടുന്നതിന് 250 രൂപയാണ് കേട്ടോ വില. ഷേവ് ചെയ്യുന്നതിന് 150 രൂപയാണ് കേട്ടോ വില. ഓക്കെ, ഈ ഒരു ഷോപ്പിൻ്റെ കൊട്ടാരക്കല്ലാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് 24 hours ആണ്. ഞാൻ പരസ്യം കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ റൂട്ട് ഞാൻ പറഞ്ഞത്. നമ്മുടെ കോട്ടയം പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ. ഓക്കെ, എപ്പോൾ വേണേലും വരാം. 24 hours ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പോവാണ്. ഇവൻ സൈഡൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇവൻ കിങ്ങാണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഷോപ്പിൽ വലിയ സെറ്റപ്പൊന്നും അല്ല. കാര്യം ഭയങ്കര പൈസയാണ് കേട്ടോ. 250 രൂപ എന്നൊക്കെ പറയാൻ മുടി വെട്ടുന്നതിന് അത്രയും പൈസ ഒന്നും ഇല്ല. വണ്ടി വരുന്നത് അത്രയും പൈസ ഒന്നും ഇല്ല കേട്ടോ. നോർമൽ ഒരു ഷോപ്പിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു 130 എടുത്തുള്ളൂ. എനിക്കിത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞാനിവിടുന്ന് വെട്ടത്തില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ മുടി വെട്ടുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ നോക്കുക. വലിയതൊന്നുമില്ല. നമ്മൾ സ്റ്റാൻഡിൽ ചായ കുടിക്കാൻ വന്നു. ഷംനാദ് അഫിയാണ്. ഇതാണ് നമ്മുടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് കേട്ടോ. അയ്യോ, എവിടെയാ ചായക്കട? ഇതാണ് സ്റ്റാൻഡ് കേട്ടോ. അയ്യോ, ജലദോഷമായല്ലോ ചേച്ചി. ചായ എടാ ഇവിടെ എവിടെടാ? ഷംനാദ് അത് രാവിലെ ആഴത്തോ ചൊല്ലുന്നു. അണ്ണേ 3 ചായ. ആ മറ്റില്ല കിട്ടി അവിടുത്തെ. അതിന് കപ്പിനകത്ത് മതി ചേട്ടാ. നിങ്ങൾക്ക് ഗ്ലാസ്സിൽ വേണോടാ? കപ്പി തന്നാൽ മതി. ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ യൂട്യൂബിൽ വരും കേട്ടോ. എടാ ഇതെടുത്ത് തിന്നടാ. ഹീറ്റർ ഉണ്ടോ അവിടെ? എടുത്ത് തിന്നി വട. അങ്ങനെ 2 ഉഴുന്നോടെ കൊടുത്തേ. എനിക്കും കൂടെ താ. 3 ഇന്ന് ഇതേ കഴിക്കാൻ പറ്റും രാവിലെ. ഓക്കെ, അങ്ങനെ രാവിലെ സമയം എത്ര ഇടയിൽ പോകുന്നു? 8:30. നമ്മുടെ ക്രാവ് നടക്കുന്നുള്ളൂ. തിന്നലിയാ.
ഇനി എടുക്കും 3 വടേ കൂടില്ല കേട്ടോ. ആ കൊച്ചിന് ചായ വേണം കയറണം. ഈ ഒരു ബസ് സ്റ്റാൻഡ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോകാനുള്ള ബസ് ഇവിടുന്ന് കിട്ടും കേട്ടോ, ഡയറക്റ്റ്. പിന്നെ കേരളത്തിൽ തന്നെ വൈഡല്ലല്ലോ, വൈഡല്ല കേട്ടോ, വൈഡാക്കട്ടെ. അതുപോലെ തന്നെ കേരളത്തിലെ 2ാമത്തെ ബസ് സ്റ്റാൻഡാണ്, ടോപ്പ് നമ്പർ 2 ബസ് സ്റ്റാൻഡാണ്. ഏതാ കൊട്ടാരക്കര. 1ാമത്തേതാ ഉള്ളതാണോ അവിടെ? തമ്പാനൂർ. ഇത് എനിക്ക് പുതിയ അറിവ് കേട്ടോ. തമ്പാനൂർ അല്ലെന്ന്, വേറെ ഏതോ സ്ഥലമാണെന്ന് എനിക്കറിയാം. ഇപ്പം തമ്പാനൂരാണ് പറഞ്ഞത്, അറിയത്തില്ല എന്തത്. തമ്പാനൂരാണ് എന്നാ പറയുന്നത്. വൈഡല്ലായിരുന്നു ഇത്ര നേരം. ആണോ? അത് പിന്നെ കേട്ടോ പറഞ്ഞാണ്ട് ഇപ്പം കണ്ടോ പോണ എക്സ്പ്രസിനും. അതായത് നമ്മുടെ ഇപ്പം ഒരു പ്രത്യേക ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്ന സമയം എല്ലാവർക്കും ബ്ലൂ ഡ്രസ്സായിരുന്നു കേട്ടോ. ഇപ്പം അത് മാറ്റിയിട്ട് എക്സ്പ്രസ്സിന് മിന്നലിനൊക്കെ വേറെ വേറെ ആണെന്ന് തോന്നുന്നു കാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് പഴയ നമ്മുടെ സിസ്റ്റമാണ്, കാക്കി സിസ്റ്റം. ബ്ലൂ ഒക്കെ മാറ്റി തോന്നുന്നു, മാറ്റി ഉണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്നവർക്ക് കാക്കിയും ഇതാണ്ട്, ഈ ബാക്കി വരുന്ന വണ്ടിക്കും കാക്കിയാണ് കേട്ടോ. ചമ്മിപ്പോയി അതിൻ്റെ ബാക്കി ബ്ലൂ ആണ് കേട്ടോ. ആ അല്ല, ഇപ്പം യൂണിഫോം ഇട്ടാൽ മതി എന്നുള്ളതാണ് തോന്നുന്നത്. എന്തോന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ കാക്കിയും കൂടെ വന്നതുകൊണ്ട് സന്തോഷം. കാണുമ്പോൾ പഴയ നമ്മുടെ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അതാണ്. ബസ്സിലേക്ക് എന്തോരം ജനങ്ങളാ. തെങ്കാശ്ശേരി പോകാനുള്ള ബസ്സാണ്. തിരക്കാണ് ബസ്സാ, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു KSRTC ഡ്രൈവറിനോട് ചോദിച്ചു കേട്ടോ, അപ്പോൾ ഇപ്പം നിങ്ങളെ പഴയ കാക്കി ആക്കിയോന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞ് ആയി വരുന്നെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും തുണി കിട്ടണം എന്ന് പറഞ്ഞു. തുണി കിട്ടിയിട്ടാണ് അവർക്ക് തയ്ക്കാൻ വേണ്ടി. ഇവിടെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക്. സ്വന്തം പെങ്ങളുടെ കല്യാണമാണ് കേട്ടോ. കറങ്ങി നടക്കുവാണ് രാവിലെ. ഗൈസ് ലെറ്റ്സ് ഗോ. എൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീട് ഫുള്ള് ഇപ്പോൾ പണിയിലാണ്. ഉണ്ടല്ലേ, മേശിരി എല്ലാവരും ഉണ്ട്. പണി വേഗം കഴിയട്ടെ. നമ്മൾ വെള്ളം എടുക്കുന്നു. കാറ് കഴുകാൻ ഇച്ചിരി ഇവിടെ അഴുക്കായി കേട്ടോ. എല്ലാം തുടയ്ക്കണം, അതാണ് അടുത്ത പരിപാടി. ഇവിടെയൊക്കെ വേണ്ടി രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ബൊക്കെ വയ്ക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലെ വീട്ടിൽ പോയി ഇനി ബൊക്കെ വെക്കണം. ബൊക്കെ എവിടെ? ചന്തമുക്കിലാണോ? ചന്തമുക്കിലാണ് കേട്ടോ ബൊക്കെ വയ്ക്കാൻ പോകാൻ. ഇതാണ് നമ്മുടെ കല്യാണം, പെണ്ണ് പോകുന്ന വണ്ടി. ഓക്കെ, അങ്ങനെ അനിയത്തിയുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, ഒരുപാട് നേരം കേട്ടോ. എല്ലാവരും ഉണ്ട്, ചെക്കനുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സന്ദീപ് ബ്രോ, ദോസ്താണ്. ഓക്കെ, സംഭവം ഇനിയിപ്പം സമയം ഇപ്പോൾ എത്രയാണെന്നറിയോ? 9:40 കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ ബൊക്കെ വെക്കണം. വെച്ചിട്ട് നേരെ ഇവിടുന്ന് ഓഡിറ്റോറിയം പോകണം. അപ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ ചെറുതായി കാണിച്ചു തരാം കേട്ടോ. ടൈം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് രാവിലെ എണീറ്റ് കണ്ണുറന്നപ്പം ഒന്ന് എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ വീഡിയോ. ഓക്കെ, ഇതെല്ലാം ഒരു ഓർമ്മയാണ് നാളത്തെ. അപ്പം ഈ ദിവസമൊന്നും പോയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു മെമ്മറി ആയിട്ട് വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഫോണിപ്പോൾ തറയാണ് പൊട്ടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം മറന്നുപോയി. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പറ്റിയായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ട് പുള്ളിയുടെ വീട്ടിൽ വന്നതാണ്. അതിൻ്റെ വിട്ടേക്കും പാലും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കണ്ട ചായ കുടിക്കാൻ ഞാൻ അപ്പൂർ ആഷ്ക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഈ കടയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് പോയി ക്യാമറ എടുക്കുക. നമുക്ക് ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ സ്വന്തം പെങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളെ ശരിയാകത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം
ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.